കുറേ നേരം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒക്കെ കോൺവെർസേഷൻ ഞാൻ കണ്ടു. റസ്മിൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ജാസ്മിൻ റസ്മിനെയും വിളിച്ചുകൊണ്ട് പിന്നെയും കട്ടിലിൽ പോയിരുന്ന് സെയിം ഒരു ഒരു ന്യായീകരണം നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ തുടർന്ന് കാണാൻ തോന്നിയില്ല. ഞാൻ ആക്ച്വലി ലൈവ് കാണുന്നത് തൽക്കാലത്തേക്ക് നിർത്തി. കാരണം അങ്ങനെ പോലും ഒരു ഒരു തരത്തിലും ഇവരുടെ കണ്ടന്റിനൊരു വാല്യൂ കൊടുക്കേണ്ടതെന്ന് എനിക്ക് തൽക്കാലത്തേക്ക് തോന്നി. പിന്നെ ചിലപ്പോൾ എപ്പിസോഡിൽ വന്നാൽ കാണുമായിരിക്കാം. ഇപ്പോൾ എനിക്ക് കാണാൻ തോന്നിയില്ല. ഞാനത് പ്രേക്ഷകരുടെ അടുത്ത് പറയാൻ കാരണം ഞാൻ ബിഗ് ബോസ് മലയാളത്തിൻ്റെ സീസൺ ഫസ്റ്റ് തൊട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. നമ്മളൊക്കെ തന്നെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കും. ആ ഘട്ടങ്ങളിൽ ചിലപ്പോൾ പ്രണയമുണ്ടായിരിക്കും. നമുക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടാവും, നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും. ആ പ്രണയത്തിന് ജാസ്മിനും ഗബ്രിയും കൊടുക്കുന്ന ഒരു നിർവചനം നമ്മൾ ആരുടെയും ലൈഫിൽ നമ്മൾ ഒരിക്കലും കൊടുത്തിട്ടുണ്ടാവില്ല. നമുക്കൊരാളോട് ഒരു പ്രണയം തോന്നുന്ന നിമിഷം തൊട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ്? ആ പ്രണയം തോന്നുന്ന ആളെ എങ്ങനെയും സ്വന്തമാക്കുക എന്നതാണ്. അതിന് ഏത് രീതിയിലും നമ്മൾ ശ്രമിക്കും. ചിലർക്ക് അതിന് സാധിക്കും, ചിലർക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് നഷ്ടപ്രണയങ്ങളായിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെ പ്രണയം എന്ന് പറയുന്ന ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു അനുഭവത്തെ, ഒരു അനുഭൂതിയെ വളരെ മ്ലേച്ഛമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവതരിപ്പിക്കുന്ന രണ്ടുപേരെയാണ് സത്യത്തിൽ ഞാൻ ഇപ്പോൾ ലൈവിൽ കണ്ടത്. വളരെ മ്ലേച്ഛമായിട്ട്. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമില്ല. രണ്ടുപേരും ശ്രമിക്കുന്നത് ഓഡിയൻസിൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് ജാസ്മിൻ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ട് ഉള്ള പൊറാട്ട് നാടകമാണ്. ആത്മാർത്ഥമായ പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ മുന്നിൽ ന്യായീകരണം നിരത്താനോ ഒന്നും ശ്രമിക്കില്ല. ഇത് അവർക്കൊരു ഗെയിം മാത്രമാണ്. ഞാൻ സീസൺ ഫസ്റ്റ് തൊട്ട് ഇതുവരെയും ഒരു എപ്പിസോഡ് പോലും ലൈവ് വന്നപ്പോൾ ലൈവ് മുടങ്ങാതെ കാണുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഫേക്കും ജെന്യൂവിനും ഒക്കെ. സീസൺ ഫസ്റ്റിൽ ഇപ്പോൾ പേളിയും ശ്രീനിഷും അവരിപ്പോൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. ഏറ്റവും റിയൽ ആയിട്ടുള്ള ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏക കോംബോ പേളിയും ശ്രീനിഷുമാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ആ വീട്ടിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള പൊറാട്ട് നാടകങ്ങൾ മാത്രമാണ്. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ചപ്പോൾ യാതൊരു സങ്കോചവുമില്ലാതെ എനിക്ക് ശ്രീനിഷിനെ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ജീവിതം അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമ്മുടെ പേളി പറയുന്ന വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും യൂട്യൂബിനകത്തുണ്ട്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകാം. സീസൺ ഫസ്റ്റ് കണ്ട ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും ഈ ഒരു നമ്മുടെ ചാനലിനകത്ത് കാണുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഗബ്രിയും ജാസ്മിനും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന കേട്ടു അവരുടെ കണ്ണിൽ പ്രണയം വരുന്നുണ്ടെന്ന്. എനിക്കെങ്ങും കാണാൻ പറ്റുന്നില്ല ഇവർ ഈ പറയുന്ന പ്രണയം. എന്താണ് ഈ പ്രണയം? കണ്ണിൽ പ്രണയം നമ്മൾ ഇപ്പോൾ ഈ ഒരു റിയാലിറ്റി ഷോയുടെ കാര്യത്തിലാണെങ്കിൽ കണ്ടിട്ടുണ്ട്. കണ്ണിൽ പ്രണയം കണ്ടത് സീസൺ ഫസ്റ്റിൽ പേളിയുടെ കണ്ണുകളിൽ കണ്ടിട്ടുണ്ട്, ശ്രീനിയുടെ കണ്ണുകളിൽ കണ്ടിട്ടുണ്ട്. അത് പ്രണയമായിരുന്നു. ഇവിടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കണ്ണിൽ പ്രണയം ഉണ്ടോയെന്ന് ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും കാണുന്നില്ല. എവിടെയെന്ന് ഞാൻ നോക്കുകയാണ്. എവിടെ പോയടെ പ്രണയം? പറയുന്നുണ്ട് കണ്ണിൽ പ്രണയമുണ്ടെന്ന്. ഒരു കോപ്പും കാണുന്നില്ല. ആൾക്കാരെ പറ്റിച്ച് ആ ഷോയിൽ സർവൈവ് ചെയ്ത് കപ്പെടുക്കാനുള്ള ശ്രമമോ അല്ലെങ്കിൽ ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമമോ ആയിരിക്കാം ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വളരെ വളരെ കയ്യിൽ നിന്ന് പോയി. ഇതിനകത്ത് ഒരു റിയൽ ലവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും വികാരങ്ങൾ അവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ ഈ പറയുന്ന ഒരു റിയൽ ലവ് അവർക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയല്ല മനുഷ്യന്മാർ പെരുമാറുന്നത്. അവർക്ക് ഇതിൻ്റെ ഇടയിലും ഗെയിമാണ്, ഇതിൻ്റെ ഇടയിലും ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യണം, ഇതിൻ്റെ ഇടയിലും പുറത്തേക്ക് പോകണം. ക്യാമറ ഉള്ളിടത്ത് നോക്കി പോയിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കുന്നു. കണ്ണിൽ പ്രണയമല്ല, തേങ്ങയാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞ ഒരു കുന്തവും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളിൽ പഴിചാരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പ്ലാനിങ് ആയിരിക്കാം. 50 ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കോംബോ പിടിക്കുക, അതിനുശേഷം പതിയെ ഓപ്പോസിറ്റ് കളിക്കുക, അതായിരിക്കാം. പിന്നെ ജാസ്മിൻ ഗബ്രി, നിങ്ങളുടേത് അങ്ങ് പ്രണയമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, പുറത്തിറങ്ങി അങ്ങ് കല്യാണം കഴിച്ച് ജീവിച്ചോ. ഇതൊരു ഗെയിം ഷോയാണ്, റിയാലിറ്റി ഷോയാണ്. ഇവിടെ നല്ല അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. അവർ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, ഈ ഗെയിം എന്താണെന്ന് അറിഞ്ഞ് കളിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഈ പ്രേമം മാത്രമല്ല അവരുടെ കണ്ടന്റ്. അതുകൊണ്ട് ഇമാതിരി ഫേക്ക് ഡ്രാമകൾ ഒരു തരത്തിലും നമുക്ക് ഈ ഒരു ഷോയിൽ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇനി ഇവർക്കിത് റിയൽ ലവ് തോന്നിയതാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും ശരി, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പ്രഥമ ദൃഷ്ടിയാൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ട ഒരു കണ്ടന്റ് മാത്രമാണിത്. കാരണം ഒരു ജെന്യൂനിറ്റി ഇല്ല. ഇനിയിപ്പോൾ പുറത്തിരിക്കുന്ന ഒരാളെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അയാൾ ഒരു അഫെയർ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളപ്പോൾ അകത്ത് കയറിയിട്ട് നമുക്ക് ഒരാളടുത്ത് പ്രണയം തോന്നിയെന്ന് വെച്ചോ, അറിയാതെ സംഭവിച്ചു പോയാൽ, അതിൽ പോലും ഒരു ജെന്യൂനിറ്റിയോ ഒരു ക്ലാരിറ്റിയോ ഇല്ലാത്ത തരം മനുഷ്യരാണ്. പ്രണയത്തെ നിർവചിച്ച് ഇല്ലാതാക്കുകയാണ് നിങ്ങളവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രണയമല്ല, നിങ്ങൾക്കുള്ളത് എന്താണെന്ന് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക.
പാവം പ്രേക്ഷകരെ വെറുതെ വിടൂ, മതിയാക്കി വെറുപ്പിക്കൽ.